കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ ഞങ്ങളുടെ വേടനെ കണ്ടവരുണ്ടോ? CPM-ന് ഓരോ കാലത്ത് ഓരോരുത്തരെ കിട്ടും. കുറേ കാലം മുമ്പ് അവർ പുഷ്പനെയാണ് കൊണ്ടു നടന്നത്. പുഷ്പനെ അറിയുമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയുമോ? വേണ്ട തരത്തിൽ മുതലാക്കി. ഇപ്പം നമ്മുടെ വേടനെയും കൊണ്ട് നടക്കുകയായിരുന്നു. ഇപ്പം ആ വേടനെ കാണാനില്ല. കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം AKG സെൻറ്ററിൽ കൊണ്ടെത്തിക്കണം. ചിലപ്പോൾ AKG സെൻറ്ററിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നും അറിയത്തില്ല. കാരണം വേടൻ്റെ സംരക്ഷകൻ CPM-കാരാണ്. കാരണം ഓരോ കാലത്തും അവർക്ക് ഓരോരുത്തരെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പണ്ട് കാലത്ത് ഈ CPM-ൻ്റെയൊക്കെ സമ്മേളനം കഴിഞ്ഞിട്ട് സാംബശിവൻ്റെ കഥാപ്രസംഗം ഉണ്ടായി. ഒരു നോട്ടീസിലടിക്കും, യോഗാനന്തരം സാംബശിവൻ്റെ കഥാപ്രസംഗം ഉണ്ടായിരിക്കും. അത് കേൾക്കാൻ ആൾ കൂടും. കാരണം സാംബശിവൻ്റെ കഥാപ്രസംഗം എന്ന് പറയുന്നത് ഇത്രയും നർമ്മം കലർത്തി അവതരിപ്പിക്കുന്ന ഒരാൾ വേറെ ഇല്ല. കഥാപ്രസംഗം എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും നമുക്ക് ഓർമ്മയിൽ വരുന്നത് സാംബശിവൻ തന്നെയാണ്. എത്ര വേൾഡ് ക്ലാസിക് കൃതികളൊക്കെ കഥാപ്രസംഗ രൂപത്തിൽ മലയാളികളെ അദ്ദേഹം കേൾപ്പിച്ചിട്ടുണ്ട്. വിമൽ ബത്രയുടെ വിലയ്ക്ക് വാങ്ങാം, അങ്ങനെ നിരവധി കൃതികൾ. അത് ഇപ്പം ഞാൻ സാംബശിവനെ താഴ്ത്തിക്കെട്ടുകയല്ല, സാംബശിവനെ ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. പിന്നെ കാലമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പിന്നീട് CPM-ൻ്റെ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം വേടൻ്റെ ഷോ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അത്രയും ആൾക്കൂട്ടം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വേടനെ കൊണ്ട് നടന്ന് 2026 വലിയൊരു നേട്ടം ഉണ്ടാക്കാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് വേടൻ പെട്ടുപോയിരിക്കുകയാണ്. വേടനെ ഇപ്പം കാണാനുമില്ല. വേടൻ ഇളകി വന്ന് വേടൻ്റെ പുസ്തകം എവിടെ വരെ എത്തിച്ചു? കവിത കോഴിക്കോട് സർവകലാശാലയിൽ പാഠ്യവിഷയം വരെ ആക്കി. അതിനിടയ്ക്ക് മറ്റൊരു കേസിൽ പെട്ടത് നന്നായി. അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട സർവകലാശാലകൾ, കോഴിക്കോടും ഗാന്ധിജിയും കേരള സർവകലാശാലയും ചിലപ്പോൾ ഡീലിറ്റ് കൊടുത്ത് ആദരിക്കേണ്ടി വന്നേനെ. അത് നമുക്ക് കാണേണ്ടിയും വന്നേനെ. ഏതായാലും ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്ന സ്ഥിതിക്ക് തൽക്കാലം അതില്ല. കേസ് ബലാത്സംഗം ഒക്കെയാണ്. അപ്പോൾ വേടനെ ഇപ്പം എവിടെയെന്ന് അന്വേഷിച്ച് നടക്കുകയാണ് കേരള പോലീസ്. ലുക്കൗട്ട് നോട്ടീസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ അവസരത്തിൽ വേടനെക്കുറിച്ചുള്ള പല വിമർശനാത്മകമായിട്ടുള്ള പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇപ്പം എല്ലാവരുടെയും എഴുത്തും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത് പ്രധാനമായിട്ടും സമൂഹ മാധ്യമത്തിലൂടെയാണ്. ഫേസ്ബുക്കാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഞാൻ അക്കൂട്ടത്തിൽ ഈ വേടനെക്കുറിച്ച് വളരെ അതിനിശിതമായി രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ കാണാനിടയായി. ഒരു ഡോക്ടർ എഴുതിയിരിക്കുന്നതാണ്. ഒരു ഫിസിഷ്യൻ, ഡോക്ടർ ആശ ഉല്ലാസ്, കൊല്ലം സ്വദേശിനിയാണ്. അവരുടെ പോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കുകയാണ്. ഹൈന്ദവ വിശ്വാസങ്ങളെ ഇകഴ്ത്തിക്കാട്ടി കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ നോക്കി, പക്ഷേ ഒളിഞ്ഞിരിക്കുന്ന ഒരു സത്യമുണ്ട്. ചില തൽപര കക്ഷികളുടെ പ്രീതിക്കായി ഒരു സമുദായത്തിൻ്റെ വിശ്വാസങ്ങളെ ഇകഴ്ത്തിക്കാട്ടാൻ ശ്രമിക്കുമ്പോൾ ഓർക്കേണ്ടത് നാളെ വരാനിരിക്കുന്ന വലിയൊരു തിരിച്ചടിയാണ്. അന്ന് ഈ താങ്ങുന്നവർ ആരും ഉണ്ടാകില്ല. അതാണ് ചരിത്രം. ഇങ്ങനെയുള്ളവർ സ്വയം ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് നിറം. നീ വിമർശിക്കുന്നത് നിന്റെ സ്വാതന്ത്ര്യം, നിന്നെ വിമർശിച്ചാൽ അത് ആക്രമണവും. 21-ാം നൂറ്റാണ്ടിലും ജാതീയത വിറ്റ് ജീവിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് പഠനമില്ലെങ്കിൽ പണിക്കിറങ്ങില്ലെന്ന് പറഞ്ഞ് ഒരു വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി ജനക്ഷേമത്തിനായി പ്രവർത്തിച്ച മഹാനായ വ്യക്തിയാണ് അയ്യങ്കാളി. തങ്ങളുടെ ജീനിൽ പഠനത്തിൻ്റെ DNA ഇല്ല എന്നും പറഞ്ഞ് കഞ്ചാവും പെണ്ണുകേസും ഉള്ളവനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന പ്രബുദ്ധ മലയാളിയും. നോക്കണേ, 2 തലമുറയിലുള്ളവരെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2 ഒരേപോലെ താരതമ്യം ചെയ്യാൻ പറ്റുമോ? ഇനിയെങ്കിലും ആരെയും അവരവരുടേതായ വ്യക്തിപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ആശയം കൊണ്ടുള്ള വിരോധം കാരണം
ഓരോരുത്തരെ പിടിച്ച് അയ്യങ്കാളിയും ഗാന്ധിജിയും അംബേദ്കറും ഒന്നും ആക്കാതിരിക്കുക. അവരൊക്കെ നടന്ന പാതകളും അനുഭവിച്ച യാതനകളും നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. അങ്ങനെയുള്ള മഹാന്മാരുടെ പേരുകൾ ഇന്നലെ പെയ്ത മഴയിൽ മുളച്ച കൂണുകൾക്ക് ചാർത്തി കൊടുക്കുമ്പോൾ അവരുടെ ഓരോ ചെയ്തിക്കും പേരിടുന്നവർ ഉത്തരം പറയേണ്ടി വരും. ഇതിപ്പോൾ ആഴ്ചയിലാണ് ഇവിടെ സാമൂഹിക പരിഷ്കർത്താക്കളും നവോത്ഥാന നായകരും ജനിക്കുന്നത്. അടുത്ത ആഴ്ച ഇവരൊക്കെ ജയിലിലും ആകും. സിസ്റ്റത്തിൻ്റെ ഓരോ ഗതികേട് നോക്കണേ. അവനെ പൊക്കിക്കൊണ്ട് നടക്കണം, അവൻ്റെ ജീവിതം പാഠപുസ്തകത്തിൽ കൊടുക്കണം, സർക്കാരിൻ്റെ പരിപാടിയിൽ പങ്കെടുപ്പിക്കണം, ഇപ്പോൾ കാണാനില്ല എന്നും പറഞ്ഞ് പരസ്യം കൊടുക്കണം. ഇപ്പോൾ വേടന് അനുകൂല കമൻ്റ് ഇടാൻ പോലും ആരുമില്ല. നേരത്തെ കുറച്ച് ഫേക്ക് ഐഡിയിൽ നിന്ന് വന്ന PR ടീമുകൾ തെറി പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവരെയും കാണാനില്ല. ഇനിയിപ്പോൾ വേടൻ്റെ ഒളിവിലെ ജീവിതം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുമായിരിക്കും. നമ്മുടെ ഒളിവിലെ ഓർമ്മകൾ എന്നൊക്കെ പറയുമ്പോൾ ഓർമ്മ വരുന്നത് തോപ്പിൽ ഭാസിയാണ്. അതൊക്കെ പാഠ്യവിഷയമാകേണ്ടത് തന്നെയാണ്, അത് അറിഞ്ഞിരിക്കേണ്ടതുമാണ്. അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ CPMകാർ ചിലപ്പോൾ വേടൻ്റെ ഒളിവിലെ ജീവിതം അത് സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ഒരു പാഠ്യഭാഗമാക്കി മാറ്റും. ഹൈക്കോടതി ജാമ്യം കൊടുക്കുമ്പോൾ കാടിളക്കി പരിശോധന നടത്തിയിട്ടും കിട്ടാത്തവരെയൊക്കെ എവിടെ നിന്നാണോ പ്രത്യക്ഷപ്പെടുന്നത്? ഒരു തൊപ്പിയെ ഡോർ പൊളിച്ച് അറസ്റ്റ് ചെയ്ത ആവേശമൊന്നും കേരളം മറന്നിട്ടില്ല എന്നോർക്കുക. ഡോക്ടർ ആശ ഉല്ലാസിൻ്റെ ഈ കുറിപ്പ് എന്തായാലും അതിഗംഭീരം തന്നെയാണ്. ഇങ്ങനെയുള്ളവർ വേണം. ഈ വേടനെയൊക്കെ പുസ്തകത്തിലാക്കുന്നു, നെഞ്ചേറ്റിൽ ആളിക്കുന്നു. ഇപ്പം എന്താണ് നമ്മുടെ ഈ CPMകാർക്ക് ഇതിനകത്ത് യാതൊരു മറുപടിയുമില്ലേ? അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, കണ്ടു കിട്ടുന്നവർ ഏതായാലും കേരള പോലീസ് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അപ്പോൾ കണ്ടു കിട്ടുന്നവർ ഇപ്പം നേരെ AKE സെൻറ്ററിൽ കൊണ്ടെത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ പ്രദേശത്തെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് വഴി AKE സെൻറ്ററിലേക്ക് അറിയിക്കുക. അപ്പോൾ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ എന്തായാലും അവസാനം CPMകാരെ തന്നെ തീർച്ചപ്പെടുത്തും. അത്ര തീവ്രമല്ലാത്ത ബലാത്സംഗമാണ് നടന്നത് എന്ന്. അതൊക്കെ തീർച്ചപ്പെടുത്താൻ പാർട്ടിക്ക് കോടതിയുണ്ട്. പാർട്ടി അത് തീർച്ചപ്പെടുത്തിക്കോളും. വേടൻ കുറ്റവിമുക്തനാകും, വേടൻ നവോത്ഥാന നായകനാകും. അപ്പം വളരെ ഈ ഒരാഴ്ച കൊണ്ട് ഇങ്ങോട്ട് കയറി വന്ന നവോത്ഥാന നായകനാണ്. ആ നവോത്ഥാന നായകൻ പാഠപുസ്തകത്തിൽ വന്ന് അധികം വൈകാതെ തന്നെ നമ്മുടെ സർവകലാശാലകൾ, കേരളത്തിൽ എത്ര സർവകലാശാലകൾ ഉണ്ടോ, കാർഷിക സർവകലാശാല അവരും കൊടുക്കുമെങ്കിൽ കൊടുത്തോളട്ടെ, അവരെല്ലാവരും ഡീലിറ്റ് ബിരുദം നൽകി ആദരിക്കുകയും ചെയ്യും. നമ്മളെല്ലാം വേടൻ്റെ ഓരോ പടവും വീട്ടിൽ വെച്ച് ആദരിക്കുന്നതും എപ്പോഴും നമ്മുടെ താഴ്ന്ന ജാതിക്കാരെ നമ്മൾ വളരെ ആദരിക്കുന്നതിന് തുല്യമായി മാറും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും എന്തിനും ഏതിനും ജാതിക്കാർഡ് എടുക്കുന്ന ഒരു സ്വഭാവം കേരളത്തിൽ ചിലർക്കുണ്ട്. രാഷ്ട്രീയത്തിൽ അത് കൂടുതലാണ്. കോൺഗ്രസിനകത്തും ഉണ്ട്. ഞാൻ അവരുടെ ഒന്നും പേരിപ്പോൾ പറയുന്നില്ല. അവരതുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നതും ജീവിക്കുന്നതും ഒക്കെ തന്നെ. പിന്നെ സർക്കാർ ഉദ്യോഗ തലത്തിലും ഉണ്ട് ജാതി കാർഡ് ഇറക്കുന്നവർ. പിന്നെ അതുപോലെ തന്നെ സിനിമയിലും ഉണ്ട്. സിനിമയിൽ ജാതിയുടെ പേരിൽ ചിലരെയൊക്കെ, നല്ല നടന്മാരെയൊക്കെ തന്നെ അവഹേളിക്കുകയും അവഗണിക്കുകയും ഒക്കെ ചെയ്ത ഇതുണ്ട്. ഇപ്പം ഇവിടെ വേടൻ എന്തിൻ്റെ പേരിലാണ് ഉയർന്നു നിൽക്കുന്നത്? ജാതിയുടെ പേരിൽ, ജാതിക്കാട് കാണിച്ചുകൊണ്ട്. അപ്പോൾ ആ വേടനാണ് ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നത്. എന്തായാലും വേടൻ തിരിച്ചു വരുന്നതും കാത്ത് നമുക്കിരിക്കാം.